ഞാൻ 2016 ജൂലൈ മാസം 27 ആർസിഎമ്മിൽ വന്നത്. ഇന്ന് 7 വർഷവും 11 മാസവുമായി ആർസിഎമ്മിൽ വന്നിട്ട് എഴുതി കാണിക്കും. ഇത് എന്റെ ബുക്ക് നോക്കാം, ഓരോരുത്തരോടും ഞാൻ എഴുതി കാണിക്കും. എന്റെ ആദ്യത്തെ ഇൻകം 736. കഴിഞ്ഞ 7 വർഷവും 11 മാസവും കൊണ്ടും ഞാനും എന്റെ ടീമും 7376 ആൾക്കാരെ മറ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചിരുന്നവരെ ആർസിഎമ്മിന്റെ ഷോപ്പിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോ എനിക്ക് കിട്ടിയ ഹയസ്റ്റ് വരുമാനമാണ് 1,71,713 രൂപ. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും, മാഡം സാർ, നിങ്ങൾ പറഞ്ഞല്ലോ 3 വർഷമായി, 8 വർഷമായി, 10 വർഷമായി, 15 വർഷമായിട്ട് അന്ന കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടി? ഇത് കാണുമ്പം അവരുടെ കണ്ണ് തള്ളും. കാരണം ഞാൻ ഇല്ലാത്ത കാര്യമല്ലല്ലോ പറഞ്ഞു, ഞാൻ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ മേടിച്ച കാര്യമാണ് പറഞ്ഞത്, എന്റെ അക്കൗണ്ടിൽ വന്ന കാര്യമാണ് പറഞ്ഞത്, എനിക്ക് കിട്ടിയ കാര്യമാണ് പറഞ്ഞത്. അതാണ്ടാ പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്റെ അക്കൗണ്ടിൽ ആർസിഎം തന്ന വരുമാനമാണ് 26,53,744. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം 7 വർഷവും 11 മാസമായി വന്നിട്ട് പക്ഷെ ഇവിടെ 5 വർഷത്തെ ഉള്ളല്ലോ എന്ന്. കാരണം ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കേണ്ടി വരുമെന്നോ, ആർസിഎമ്മിൽ ഇങ്ങനെ വലിയ പൊസിഷൻ അച്ചീവ് ചെയ്യുമെന്നോ, ഇങ്ങനെ വരുമാനം മേടിക്കുന്ന ഒരു അവസ്ഥ, ഒരു ഇതിലോട്ട് ഞാൻ എത്തുമെന്നോ അതിനു മുൻപ് എനിക്ക് അറിയില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വന്ന വരുമാനം ഞാൻ ഇവിടെ എഴുതിയില്ല. എൻ്റെ ഉള്ള കണക്കനുസരിച്ച് കിട്ടിയ വരുമാനം. കാരണം TDS ടാക്സ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴുള്ള കഴിഞ്ഞ 5 വർഷത്തെ വരുമാനമാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. എന്താ ഞാൻ ചെയ്തത്? ഞാനും ഒരു കടയിൽ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നത്, ഞാനും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചേട്ടന്മാരുടെ കടയിൽ നിന്ന് മേടിച്ചോണ്ടിരുന്നത്, അത് മാറ്റി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് ആർസിഎമ്മിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ, എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ആർസിഎം ഷോപ്പെങ്കിലും ഇനി കിലോമീറ്റർ ദൂരമാണെങ്കിലും 10, 30, 20, 40, 50 കിലോമീറ്റർ ദൂരമാണെങ്കിലും അവിടെ പോയി മാത്രമേ ഞാൻ മേടിക്കൂ എന്ന് ഒരു ദൃഢനിശ്ചയം, നമ്മൾ നേരത്തെ പറഞ്ഞു, ദൃഢനിശ്ചയം എടുത്തപ്പോൾ കഴിഞ്ഞ 7 വർഷവും 11 മാസവും കൊണ്ട് എൻ്റെ കുടുംബത്തിൽ വന്ന വരുമാനത്തെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഇത് എഫക്റ്റീവ് പ്ലാൻ പ്രസന്റേഷൻ ആണോ? ഞാൻ പറയുന്നു, നിങ്ങൾ ആരും ഇല്ലാത്തതൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് കിട്ടിയ വരുമാനം റെഫർ ചെയ്ത് വന്നപ്പോ എനിക്ക് ഇത്ര ആൾക്കാരെ റെഫർ ചെയ്യാൻ പറ്റി, എന്റെ അക്കൗണ്ടിൽ 1500 വന്നു. പക്ഷെ 1500 വന്നു, അവർക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലെ. എനിക്ക് 2000 വന്നു, എനിക്ക് 5000 വന്നു, എനിക്ക് 10000 വന്നു. കിട്ടിയ എമൗണ്ട് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ ഉണ്ടാവുന്ന മാറ്റം. എഫക്റ്റീവ് പ്ലാൻ പ്രസന്റേഷൻ വേണ്ടേ? അപ്പൊ ലിസ്റ്റ് ഉണ്ട്, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, നമ്മുടെ ലിസ്റ്റ് കാണേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റുമായിട്ട് പോകുന്നു, ബാഗിൽ പേനയും നോട്ട്ബുക്കും ഉണ്ടാവണം. അതൊക്കെ ആർസിഎമ്മിന്റെ പേനയും നോട്ട്ബുക്കും ആവണം. ധരിച്ചു പോകേണ്ടത് ആർസിഎമ്മിന്റെ വസ്ത്രങ്ങളായിട്ടും, ഇടേണ്ടത് ചെരുപ്പ് ആർസിഎമ്മിന്റെ ആയിരിക്കണം. വേറെ ഏതെങ്കിലും കമ്പനിയുടെ വസ്തുക്കൾ ഇട്ടുകൊണ്ട് പോയിട്ട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഇത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, വലിയ വിജയം ഉണ്ടാവും, ഒരു സംശയവും. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട്. ഇന്ന് വൈകുന്നേരങ്ങളിൽ ഒരുപക്ഷെ ലീഡേഴ്സ് മെസ്സേജ് ഇട്ടുണ്ടാവാം, ഈ ക്ലാസ്സിന് ശേഷം മാത്രം ഫ്രീ പ്രൊഡക്റ്റ് മേടിക്കാന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവാം അല്ലെ. ഈ ഫ്രീ പ്രൊഡക്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇൻകം ആക്കാം, സേവിങ്സ് ആക്കാം, PV ആക്കാൻ പറ്റും. നമ്മളിൽ മിക്കവരും ഫ്രീ പ്രൊഡക്റ്റ് ആട്ടയും എണ്ണയും മല്ലിയും മുളകും മഞ്ഞളും എടുത്തു, അത് വീട്ടിലോട്ട് ഉപയോഗിക്കാൻ എടുത്തു, ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വസ്ത്രം എടുത്തു, അല്ലെങ്കിൽ ചെരുപ്പ് എടുത്തു, ബാഗ് എടുത്തു. എങ്ങനെയാണ് ഫ്രീ പ്രൊഡക്റ്റിനെ അതിനെ വരുമാനമാക്കിയും അതിനെ സേവിങ്സ് ആക്കിയും അതിനെ PV ആക്കി മാറ്റാമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഫ്രീ പ്രൊഡക്റ്റ് എടുത്തവർക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇനി അടുത്ത ഫ്രീ പ്രൊഡക്റ്റ് വരുന്നേരം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വേണ്ട, നിങ്ങൾ ഒരു 10,000-20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിക്കോളൂ. അതല്ല, ഫ്രീ പ്രൊഡക്റ്റ് ഇനി എടുക്കാൻ ബാക്കിയുള്ളവർ ഇത് കൃത്യം ശ്രദ്ധിച്ചോളൂ. അത് ഞാൻ പറയുന്നത് നോട്ടി ചാർജോ അല്ലെങ്കിൽ കീസോളോ ഗാമയോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ്, ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ ബാക്കിയുള്ളവർ ഇത് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു മാറ്റം ഇനി നമ്മൾ ഫ്രീ പ്രൊഡക്റ്റിലൂടെ നോക്കാൻ പോകും. ശ്രദ്ധിച്ചോളൂ. 2 ചായപ്പൊടിയുടെ പടം നമ്മളിവിടെ കണ്ടു. ഒന്ന് എലൈറ്റ് ടീ, ഒന്ന് പോപ്പുലർ ടീ. ഇലത്തേയിലയും പൊടിത്തേയിലയും.
ആരാണ് കേരളത്തിൽ ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തത്? വളരെ കുറച്ചു പേരാണ് കാപ്പി കുടിക്കുന്നത്. ഭൂരിപക്ഷം ആൾക്കാരും ചായ കുടിക്കുന്നവരാണല്ലേ? ശരിയല്ലേ? ഇതിനകത്തുള്ള മാജിക് എന്താന്ന് നോക്കാം. എലൈറ്റ് ടീ 250 ഗ്രാമിന് 138 രൂപയാണ് MRP. അതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് RCMൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അത് 110 രൂപയ്ക്ക് കിട്ടും. അതിന്റെ PV 55 ആണ്. പോപ്പുലർ ടീ 250 ഗ്രാം MRP 130 ആണ്. 105 രൂപയ്ക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് കിട്ടും. അതിന്റെ PV 52 ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്ത് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ എലൈറ്റ് ടീ മാത്രം എടുത്താണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളൂ. ഓക്കെ, ഇനി ഒരു എലൈറ്റ് ടീ വിറ്റാൽ അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 28 രൂപയാണ്. കാരണം നമുക്ക് കിട്ടുന്നത് 110-നാണ്, നമ്മൾ കൊടുക്കേണ്ടത് MRPക്കാണ് 138-നാണ്. അപ്പൊ എലൈറ്റ് ടീയിൽ നമുക്ക് 28 രൂപ കിട്ടും. ഒരു പോപ്പുലർ ടീ വിറ്റാൽ നമുക്ക് 25 രൂപ ക്യാഷ് കയ്യിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ധാരാളം ആൾക്കാർക്ക് ഒരു പക്ഷേ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടാവാം. അത് 1500, 2500, 5000 ആവാം. RCMന്റെ ഫ്രീ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ന്യൂട്രി ചാർജ് സെപ്പറേറ്റ് ഉണ്ട്, ഗാമാറൈസിനോൾ ഉണ്ട്, കീസോൾ ഒക്കെ സെപ്പറേറ്റ് കിട്ടും. ഞാൻ പറയുന്നത് RCMന്റെ പ്രൊഡക്റ്റ് 1500 രൂപയുടെയോ 2500 രൂപയുടെയോ 5000 രൂപയുടെയോ ഫ്രീ പ്രൊഡക്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും. ധാരാളം ആൾക്കാർ ഫ്രീ പ്രൊഡക്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഓരോരുത്തരും മെസ്സേജ് ഒക്കെ കണ്ടു. ശരിയല്ലേ? ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ ഇനി ഇതിനെ നമ്മുടെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്രയാണോ ഫ്രീ പ്രൊഡക്റ്റ്, എത്ര എമൗണ്ട് ആണോ ഉള്ളത്, 1500 ആണെങ്കിൽ നിങ്ങൾക്ക് 13 എലൈറ്റ് ടീ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് 110 എന്ന് എഴുതിയത് അതിന്റെ എമൗണ്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് ആണ് അല്ലെ? 13 എലൈറ്റ് ടീ ഫ്രീ, 1 രൂപ മുടക്കാണ്ട് 13 എലൈറ്റ് ടീ കിട്ടും. ഇനി 2500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 22 എലൈറ്റ് ടീ കിട്ടും. നിങ്ങൾക്ക് 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 45 എലൈറ്റ് ടീ കിട്ടും. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്തോളൂ. 1500 രൂപ ഫ്രീ പ്രൊഡക്റ്റിന് അർഹതയുള്ളവർക്ക് 13 എലൈറ്റ് ടീയും, 2500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റിന് അർഹതയുള്ളവർക്ക് 22 എലൈറ്റ് ടീയും, 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളവർക്ക് 45 എലൈറ്റ് ടീയും കിട്ടും. ഇനി ഇതിനെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 13 എലൈറ്റ് ടീയും നമ്മൾ വിൽക്കണം. 13 ചായപ്പൊടി, 250 ഗ്രാമിന്റെ 13 ചായപ്പൊടി വിൽക്കാൻ എത്ര ദിവസം വേണം? നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 13 അതിനുള്ളിൽ വിൽക്കാം. ഫ്രീ പ്രൊഡക്റ്റ് ആണ്. 1 രൂപ പോലും മുടക്കാണ്ടാണ് നിങ്ങൾക്ക് 13 ചായപ്പൊടി കിട്ടിയത്, എലൈറ്റ് ടീ കിട്ടിയത്. ഈ 13 എണ്ണം വിൽക്കുമ്പോൾ 138 രൂപ വെച്ച് നിങ്ങളുടെ കയ്യിൽ 1794 രൂപ വരും. ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഫ്രീ പ്രൊഡക്റ്റ് ആണ്, 1 രൂപ കൊടുക്കണ്ടേ, 13 എലൈറ്റ് ടീ കിട്ടും. MRP 138 വെച്ച് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1794 രൂപ ക്യാഷ് കയ്യിലുണ്ടാവും. അപ്പൊ 22 എണ്ണം വിൽക്കുന്നവർക്ക് 2500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളവർക്കോ 3036 രൂപയും, 5000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളവർക്ക് 45 എലൈറ്റ് ടീ മേടിക്കാം, 6210 രൂപ ക്യാഷ് കിട്ടും. എന്താ ഇൻവെസ്റ്റ്മെന്റ്? ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല അല്ലെ? ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളവരെ സംബന്ധിച്ച് നത്തിങ്, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ആ പ്രൊഡക്റ്റ്, ആ പൈസക്ക് ഈ ചായപ്പൊടി എടുക്കുക, MRPയിൽ വിൽക്കുക. ഓക്കെ, ഇനി 13 ചായപ്പൊടി വിൽക്കാൻ 2 മണിക്കൂർ മാക്സിമം ഞാൻ പറയുന്നു. അത്രയൊന്നും വേണ്ട, എന്നാലും ഇരുന്നോട്ടെ. അപ്പൊ 22 എണ്ണം വിൽക്കാൻ എത്ര സമയം വേണ്ടി വരും? ഒരു 3 മണിക്കൂർ. 45 എണ്ണം വിൽക്കാൻ എത്ര വേണ്ടി വരും? 4 അല്ലെങ്കിൽ 4 മണിക്കൂർ, അല്ലെ 5 മണിക്കൂർ എടുത്തോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, RCM ചെയ്യുന്ന പല ആൾക്കാരും പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറേ, പ്രൊഡക്റ്റ് മേടിക്കാൻ പൈസ ഇല്ല. ഇവിടെ പ്രൊഡക്റ്റ് മേടിക്കാൻ പൈസ വേണ്ട. 2, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. MRPയിൽ സെയിൽ ചെയ്യും, പൈസ ആയില്ലേ, ക്യാഷ് ഫ്ലോ വരില്ലേ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RCM തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് സേവിങ്സ് ഇല്ല.
ഇനി എങ്ങനെയാ സേവിങ്സ് ചെയ്യണ്ടേ? ഒരു LITT വിൽക്കുമ്പം 28 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ 13 എണ്ണം വിൽക്കുമ്പോൾ 364 രൂപ കിട്ടും. ആ 364 രൂപ നമ്മൾ വീട്ടിലെ ചെലവിന് വേണ്ടി എടുക്കുന്നതിന് പകരം നിങ്ങൾ സേവിങ്സിലാക്കി മാറ്റണം. സേവിങ്സിലാക്കി മാറ്റണം. കാരണം ഞാൻ സെയിൽ ചെയ്യുന്ന ആളാണ്. ഞാൻ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ആ ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ നേരെ മ്യൂച്വൽ ഫണ്ട് മേടിച്ചിടും. മ്യൂച്വൽ ഫണ്ട് മേടിച്ച് അവിടെ കിടന്നോളും അല്ലേ? അവിടെ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ അത് ഒരു 364 രൂപ നമ്മൾ ഒരു ദിവസം ഇട്ടു അല്ലെ? അങ്ങനെ ഒരു 10 ദിവസം ഇടുമ്പോൾ എത്ര രൂപ വരും? മ്യൂച്വൽ ഫണ്ടിലിട്ടെ ഒരു വർഷം 2 വർഷമായ എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും? ആലോചിച്ച് നോക്കുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്? ആ പ്രോഫിറ്റ് കിട്ടിയിട്ട് വേണം വീട്ടിലെ ചെലവ് നടത്താൻ. അല്ലെങ്കിൽ എങ്ങനെ ചെലവ് നടത്തിയാനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. LITT വിട്ടിട്ട് വേണോ വീട്ടിലെ ചെലവ് നടത്താൻ? അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും എങ്ങനെയാ ചെലവ് നടത്തിയത്? ഒരു പരസ്യം പറയാനുണ്ട്, വീട്ടിൽ എന്തോ വെച്ചിട്ട് നാട്ടിൽ തേടി നടപ്പൂ. RCMന്റെ പ്രൊഡക്റ്റ് കട്ടിലിന്റെ അടിയിലല്ല വെക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ആൾക്കാർ വരുമ്പോൾ കാണുന്ന രീതിയിൽ നമ്മുടെ ഷെൽഫിൽ വെക്കണം എന്ന് പറയുന്നത്. ആൾക്കാർ നിങ്ങളോട് ചോദിക്കണം, വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മുടെ RCMന്റെ ചായ കൊടുക്കുമ്പോൾ ആ കൊടുത്ത ചായപ്പൊടി ഏതാണോ, പോപ്പുലർ ടീ ആണോ LIT ആണെങ്കിൽ ആ പാക്കറ്റും കൂടി ആ ട്രെയിൽ നിന്ന് വെച്ചുകൊണ്ട് കൊടുത്തേ. അവർ ഇതെന്താ ചായ മാത്രമല്ല ചായപ്പൊടി ഉണ്ടല്ലോ. അപ്പൊ അവരോട് പറയണം, നിങ്ങൾക്ക് ഞാൻ സെർവ് ചെയ്ത ചായ RCMന്റെ അസാം തേയില ഇലത്തേയില ഇട്ട് തിളപ്പിച്ച ആ ഒരു ചായയാണ്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പറച്ചിൽ ഉണ്ടാവണം ആ സ്വാദ്. നിങ്ങളത് പറയുമ്പം ആ സ്വാദ് അവരുടെ ഉള്ളിൽ കയറണം, അവർക്ക് തോന്നണം, അപ്പൊ തന്നെ മേടിക്കാൻ തോന്നണം. നമ്മൾ ചായ കൊണ്ടുവരുമ്പോ ചായ കൊടുത്തു, എന്ത് ചായ നമ്മൾ പറയാറേ ഇല്ല. രാജൻ സാർ പറയാണ്ട് നിങ്ങൾ 2 പ്രാവശ്യം വായ തുറക്കൂ. ഒന്ന് ഇത് കഴിക്കാൻ, 2 ഇതിനെ കുറിച്ച് നല്ലത് പറയാൻ. അല്ലെ? ആൾക്കാർക്ക് ഫീൽ ചെയ്യണ്ടേ? ചായ നമ്മൾ കൊണ്ടുവരുന്നു. നിങ്ങൾ ആലോചിച്ചേ, ട്രെയിൽ ചായ കൊണ്ടുവരുന്നു, 1 2 എത്ര പേരുണ്ട് അതനുസരിച്ച് വെക്കുന്നു. ആ ട്രെയിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ LIT അല്ലെങ്കിൽ പോപ്പുലർ ടീ കൊണ്ടങ്ങ് വെക്ക്. അതോടൊപ്പം നിങ്ങൾ ബുജിയോ നമ്മുടെ കുഷ്കുഷ് മിച്ചറോ ചട്പട്ടി മിച്ചറോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒക്കെ കൊടുക്കുന്നെങ്കിൽ ആ ബിസ്ക്കറ്റ് പാക്കറ്റോട് കൂടി വെക്കുക. അവർ കാണട്ടെ, RCM കാണട്ടെ അവര്. ഇനി എന്താ സംഭവിക്കുന്നത്? 22 ചായ വിറ്റ് തേയില വിറ്റ് കഴിഞ്ഞാൽ 28 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ഇല്ല, 616 രൂപ കിട്ടും. 45 എണ്ണം വിറ്റാൽ 1260 എണ്ണം കിട്ടും, 20 രൂപ കിട്ടും. നിങ്ങൾ ഡെയിലി ഇത് ചെയ്യൂ. 30 ദിവസം എന്തായാലും RCM ചെയ്യുന്ന ആരും ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവില്ല അല്ലേ? 30 ദിവസം ഒരുപക്ഷെ RCM ചെയ്യുന്ന ആരും ഉണ്ടാവില്ല. 10 ദിവസം ചെയ്ത് നോക്കി. ഞാൻ അത്രേ പറയുള്ളൂ, 10 ദിവസം അത്രയെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടും, ശരിയല്ലേ? എന്തെങ്കിലും ചെയ്യണ്ടേ? 10 ദിവസം നിങ്ങൾ ചെയ്യും. എന്താ സംഭവിക്കുന്നത്? 10 ദിവസം ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ എഴുതി, ഇത് 10 പാക്കറ്റ് അല്ല 13 പാക്കറ്റ് അല്ല 22 അല്ല 45 എണ്ണം ചെയ്തു. അപ്പൊ കിട്ടി ക്യാഷ്. ഇനി ഇത് 10 ദിവസവും ചെയ്താൽ 13, അതായത് 1500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആൾക്ക് 13 രൂപ ഇത് കിട്ടും. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഫ്രീ പ്രൊഡക്റ്റ് ആണ്. 28 രൂപ സേവിങ്സിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും 110 രൂപ ഒരു ചായപ്പൊടി മേടിക്കാൻ, അങ്ങനെ 13 എണ്ണം മേടിക്കാനുള്ള വീണ്ടും ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, ശരിയല്ലേ? വീണ്ടും 13 ചായപ്പൊടി മേടിക്കുക, അതിനുള്ള 1430 രൂപ നിങ്ങളുടെ കിട്ടും. 2420 22 മേടിക്കാം. 4950 45 മേടിക്കാം. സീറോ ഇൻവെസ്റ്റ്മെന്റ്, ഫ്രീ പ്രൊഡക്റ്റ് എടുത്തു, സെയിൽ ചെയ്തു, ക്യാഷ് ഉണ്ടാക്കി, അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് സേവിങ്സിലോട്ട് മാറ്റി, ബാക്കി വീണ്ടും അതേ ഉൽപ്പന്നങ്ങൾ അത്രയും തന്നെ ക്വാണ്ടിറ്റി മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വന്നു. നിങ്ങൾ പറയൂ, ഇങ്ങനത്തെ ഒരു പവർഫുൾ സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 10 ദിവസം ചെയ്താൽ 3640 രൂപ വരും. 13 എണ്ണം കൊടുത്താൽ 22 എണ്ണം കൊടുത്താൽ 6160 രൂപ വരും.
45 എണ്ണം അങ്ങനെ 10 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 12,600 രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് വരും. ക്യാഷ് ഇത് 10 ദിവസം ചെയ്താലാണ് പറയുന്നത്. വേണമെങ്കിൽ ഫുൾ ടൈം ചെയ്തു, 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ചെയ്തു, ഇൻറ്റു 3 നിങ്ങൾ നോക്കിക്കോ. അപ്പൊ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ആർസിയും ചെയ്യാതിരിക്കരുത്. അതിന് വലിയൊരു അവസരം, പൈസ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളൊന്ന് കണ്ടാൽ മതി. ഇനി അതിലൂടെ വരുന്ന PV നിങ്ങൾ നോക്കൂ. ഇനി ഞാൻ എന്താ പറഞ്ഞത്, ഫ്രീ പ്രൊഡക്റ്റിനെ പൈസയാക്കാം, വരുമാനമാക്കാം, സേവിങ്സ് ആക്കാം, PV ആക്കി മാറ്റാന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ PV ഇതെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് PV ഇല്ലാത്തുള്ളൂ. സെയിൽ ചെയ്ത് റിപ്പീറ്റ് പർച്ചേസിലോട്ട് പോകുമ്പോൾ പിന്നീട് മുതൽ PV ആ വരുന്നേ അല്ലേ. 13 T വെച്ച് 10 ദിവസം നിങ്ങൾ സെയിൽ ചെയ്താൽ 7,150 PV, സെൽഫ് 5,000 PV ചെയ്യാൻ പിന്നെ ഒരാളുടെ നോക്കേണ്ട ഒരു പ്രൊഡക്റ്റും വേണ്ട. ചായപ്പൊടിയിൽ മാത്രം നിങ്ങൾക്ക് 7,150 PV കിട്ടും. 2,500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് എല്ലാക്ക് 22 ചായപ്പൊടി കിട്ടുമല്ലോ LIT. അത് നിങ്ങൾ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 12,100 PV കിട്ടും. 13 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് 13 എണ്ണം വെച്ച് ചെയ്താൽ 7,150 PV. വീണ്ടും 6 മാസം കഴിയുമ്പോൾ 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 2,500 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളവർക്ക് 12,100 PV വരും. എന്ന് പറഞ്ഞാൽ മിനിമം 10,000 PV വെച്ച് 6 മാസം ചെയ്യുമ്പം 5,000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും, പ്ലസ് 3,000 രൂപയുടെ ക്യാഷ് പ്രൈസ് വേറെ കിട്ടും. എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? സീറോയിൽ നിന്ന്, ഫ്രീ പ്രൊഡക്റ്റിന് സ്റ്റാർട്ട് ചെയ്തതാ. കിട്ടുന്ന വരുമാനം കണ്ടോ. അടുത്തതോ 45 എണ്ണം വെച്ചാണ് 10 ദിവസം ചെയ്യുന്നെങ്കിൽ 24,750. ഒരല്പം 25,000 ഒരു അല്പം PV. അത് ഒന്നോ രണ്ടെണ്ണം കൂടെ ചെയ്താൽ അതും ഓക്കെ അല്ലേ. അപ്പൊ 25,000 PV വെച്ച് 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ 12,500 രൂപ ക്യാഷ് ബോണസ് വേറെ കിട്ടും. 5,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ വേറെ കിട്ടും. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? നമ്മൾക്ക് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റിനെ വരുമാനമാക്കിയും സേവിങ്സ് ആക്കിയും PV ആക്കിയും മാറ്റാൻ പറ്റും. അത്ഭുതകരമായ ഒരു ബിസിനസ്സാണ് RCM. RCMനെ കുറിച്ച് മനസ്സിലാക്കുന്നവരൊക്കെ പറഞ്ഞത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ബിസിനസ് എന്നാ പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിയാണോ ഇല്ലെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്ത കാര്യത്തെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു 2 പേരെ കണ്ടെത്തിക്കേ. അവരോട് പറ, അതെ നമുക്ക് ഒരുമിച്ച് പോകാം, ഞാൻ കൂടെ വരാം, ഞാൻ ചെയ്യുന്ന ആളായതുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ആളാ, കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി നോക്കിക്കേ. ഒരു ദിവസം അവരുടെ കൂടെ പോകുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് വരും. പിറ്റേ ദിവസം മുതൽ അവർ വേറൊരാളെ കൊണ്ട് പോകും, നിങ്ങൾ വേറൊരാളെ കൊണ്ട് പോയി നോക്കി. 10 ദിവസം ചെയ്തേ, എന്താ സംഭവിക്കുക? ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഒരു വർഷത്തെ റീറ്റെയിൽ പ്രോഫിറ്റ്, അതായത് 13 എണ്ണം വെച്ച് 10 ദിവസം മാത്രം ചെയ്ത് അത് 12 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം 43,680 രൂപയുടെ സേവിങ്സ് ഉണ്ടാവും. എനിക്കറിയാം ധാരാളം കുടുംബങ്ങൾ ഈ ജൂൺ മാസം വന്നപ്പോ, മെയ് ജൂൺ മാസം വന്നപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം മേടിക്കാൻ പൈസ ഇല്ലാണ്ട്, സ്കൂൾ ഫീസിന് പൈസ ഇല്ലാണ്ട്, ബുക്ക് മേടിക്കാനും ബാഗ് മേടിക്കാനും പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടിയ ധാരാളം കുടുംബങ്ങള് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഭിമാനം എന്തുകൊണ്ടാ നമ്മൾ പുറത്ത് പറയില്ല, പക്ഷെ എത്ര പേരുണ്ട് അവിടുന്ന് കുടുംബശ്രീന്നും അവിടുന്ന് ഒക്കെ ലോൺ എടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ ഈ പറയുന്ന RCM എന്ന സ്വർണം വെച്ചിട്ട് വെറുതെ നമ്മൾ ഇങ്ങനെ ആൾക്കാരെ മുമ്പിൽ കൈനീട്ടി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 22 എണ്ണം 10 ദിവസം കൊണ്ട് കൊടുത്താൽ, അങ്ങനെ 12 മാസവും ചെയ്താൽ റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം 73,920 വരും. 45 എണ്ണം 10 ദിവസം എടുത്ത് ഇങ്ങനെ, അപ്പൊ 10 × 45 450 എണ്ണം, 22 × ഇതെന്ന് പറയുമ്പോൾ 220 എണ്ണം. അത് ഓർക്കണം കേട്ടോ. അങ്ങനെ 12 മാസം ചെയ്ത റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് സേവിങ്സ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സേവിങ്സ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കൈട്ട് മാറരുത്. അതിനകത്ത് 1,51,200 രൂപ
നമ്മുടെ പല ഷോപ്പുകാരും നമ്മുടെ പല ഡിസ്പ്ലേ വേൾഡിന്റെ അവസ്ഥ എന്താ? നമ്മളൊരു ഷോപ്പ് തുടങ്ങും, 5 ലക്ഷം രൂപയുടെ മിനിമം സ്റ്റോക്കിൽ ഷോപ്പ് തുടങ്ങും. എന്നിട്ടോ വാടക അതിൽ നിന്ന് എടുക്കും, നമ്മുടെ വീട്ടിലെ ചെലവ് അതിൽ നിന്ന് എടുക്കും, പെട്രോൾ അടിക്കാൻ അതിൽ നിന്ന് എടുക്കും. അവസാനം വന്ന് കഴിയുമ്പോൾ കടയിൽ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. തുടങ്ങിയത് 5 ലക്ഷത്തിൽ നിന്നാണ്. നമ്മളിടുന്ന മൂലധനത്തിൽ നിന്ന് നമ്മൾ കൈയിട്ട് വാരും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, കൈയിട്ട് വാരരുത്. അടുത്ത ഒരു 3 മുതൽ 5 വർഷം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ. കൈയിട്ട് വരുന്ന പരിപാടി നിർത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. അടുത്ത 3 മുതൽ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര വരുമാനം, എത്ര എമൗണ്ട് ഉണ്ടാവും, RCM തരുന്ന എമൗണ്ട് എത്ര ഉണ്ടാവും, നിങ്ങൾ ഇമാജിൻ ചെയ്തു നോക്കും. പകരം നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ അങ്ങ് RCMലോട്ട് വന്നാൽ ഉടനെ നമ്മൾ ആദ്യം ഒരു വലിയ മൊബൈൽ വാങ്ങും, കാറ് വാങ്ങും, വീട് വാങ്ങും. സേവിങ്സ് മാത്രമില്ല. നിങ്ങൾ ആദ്യം സേവ് ചെയ്യൂ, അതിനുശേഷം നല്ല മൊബൈൽ വാങ്ങൂ, അതിനുശേഷം നിങ്ങൾ കാർ വാങ്ങൂ, അതിനുശേഷം വീട് വാങ്ങൂ. അവിടെ ഉണ്ടാവും അല്ലേ? ഇനി ശ്രദ്ധിക്കും, ഈ ഒറ്റ സ്ലൈഡോടുകൂടി നമ്മളിപ്പോ തീരും. ശ്രദ്ധിച്ചോളൂ. ഒരു എലൈറ്റ് ടീ വിറ്റാൽ 28 രൂപ കിട്ടും. 10 എണ്ണം വിറ്റാൽ 280 രൂപ കിട്ടും. 100 എണ്ണം വിറ്റാൽ 2800 രൂപ കിട്ടും. 1000 എണ്ണം വിറ്റാൽ 28,000 രൂപ കിട്ടും. 10,000 എലൈറ്റ് ടീ വിറ്റാൽ 2,80,000 രൂപ ക്യാഷ് റീറ്റെയിൽ പ്രോഫിറ്റാ പറയുന്നത്. 1 ലക്ഷം എലൈറ്റ് ടീ വിറ്റാൽ 28 ലക്ഷം രൂപ ക്യാഷ് കിട്ടും. 28 ലക്ഷം രൂപ. 10 ലക്ഷം എലൈറ്റ് ടീയുടെ 1/4 കിലോയുടെ പാക്കറ്റ് വിറ്റാൽ 2,80,00,000 രൂപ കിട്ടും. 1 കോടി 1/4 കിലോയുടെ 1 കോടി എലൈറ്റ് ടീ വിട്ട് കഴിഞ്ഞാൽ 28 കോടി രൂപ ക്യാഷ് കിട്ടും. ഇനി നിങ്ങൾ പറയൂ, RCM പൈസ തരില്ലേ? വേണേ ഫോട്ടോ എടുത്തോ. ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ വീട്ടിലിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇനിയെങ്കിലും വെറുതെ ഇരിക്കരുത്, വിശ്രമിക്കരുത്, പരിശ്രമിക്കുക. ഫീൽഡിൽ ഇറങ്ങുക, പുറത്തിറങ്ങുക. 3.5 കോടി ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ചായ കുടിക്കാത്ത എത്ര വീട്ടുകാരുണ്ടാവും? വരുമാനം വേണോ? അതിനെ സേവിങ്സ് ആക്കണം, അതിനെ PV ആക്കണം. ചെയ്താൽ മതി. ഒരു 10,000 എലൈറ്റ് ടീയില് ഞാൻ പറഞ്ഞു നമുക്ക് 10,000 എലൈറ്റ് വിട്ട 2,80,000 രൂപ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ 10,000 എലൈറ്റ് ടീ ഇൻറ്റു 55 PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 55 PV വെച്ചിട്ട് എത്ര PV വരുന്നല്ലോ? 55 ലക്ഷം. ഒരു 10,000 എലൈറ്റ് ടീ നമുക്ക് നമ്മൾ മുഖേന നമ്മുടെ ടീമിൽ നമുക്ക് മൊത്തം നമ്മുടെ ടീമിലെ ആൾക്കാരുമായിട്ട് കൊടുക്കാൻ, ജനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 5,50,000 PV വരും. 5,50,000 PV വരും. ക്യാഷ് വരും, PV വരും, ഇൻകം വരും, സേവിങ്സ് വരും. അതുകൊണ്ടാണ് ലീഡേഴ്സ് ഒക്കെ പറയുന്നത് 3 മുതൽ 5 വർഷം വരെ ഒന്ന് ഉറച്ചു നിൽക്കൂ, RCMനെ ഒന്ന് മനസ്സിലാക്കൂ, എന്നിട്ടൊന്ന് ചെയ്യൂ. വീട്ടിലിരിക്കരുത്. നാണം പാടില്ല, മടി പാടില്ല, ഞാനെന്ന ഭാവം പാടില്ല. പിന്നെന്താണ്? ഞാൻ ചെയ്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുകൊണ്ടല്ല എക്സ്ക്ലൂസീവ് ഒരു ചെറിയ ഷോപ്പ് മതി? ടീ പീപ്പിൾ. അവിടെ ചായ കുടിക്കാനും കൊടുക്കണം, എലൈറ്റ് പോപ്പുലറിറ്റി ഇങ്ങനെ നമ്മുടെ ഷെൽഫിലും ചെറിയൊരു സ്പേസ്. നമ്മൾ ചെറിയ പെട്ടിക്കട എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ചെറിയ മൊബൈലിന്റെ ഷോപ്പ്, ചെറിയ അത്രയും ഷോപ്പ് നിറച്ച് നമ്മുടെ എലൈറ്റും പോപ്പുലറിറ്റി ഇങ്ങനെ നിരത്തി വെക്കുക അല്ലെ? ഒരു ചെറിയ ചായ കൊടുക്കാൻ അതിന് ഷോപ്പിനൊരു പേരൊക്കെ ടീ പീപ്പിൾ എന്ന് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഇടുക. വിൽക്കത്തില്ലേ? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ? ഐഡിയ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് നമ്മളങ്ങോട്ട് പ്രയോഗിക്കണ്ടേ? പ്രിയമുള്ളവരെ, RCM വലിയ അവസരം തരുന്നത്. പക്ഷെ ഇത് വേണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കണ്ടേ? അത് ഞാനും നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളുമാണ്. ശരിയല്ലേ? ഞാനും നിങ്ങളുമാണ്. ക്ലാസ് തീർന്നു, പ്രസന്റേഷൻ തീർന്നു,
ആക്ഷൻ നമ്മൾ കേട്ടു, ആക്ഷൻ പ്ലാൻ കേട്ടു. ഇനിയാണ് എന്ത്? നമ്മൾ പുറത്തിറങ്ങണം. ആ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പുറകോട്ട് വലിക്കുന്ന 3-4 കാര്യങ്ങളാണ്. ഒന്ന്, നാണം. എന്തുണ്ടായിട്ടാ നാണിക്കാൻ? എന്താ ഉള്ളത് നാണിക്കാൻ? ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? JRC നാണം മാറ്റണം. രണ്ടാമത്തേതാണ് മടി. മടിക്ക് മരുന്ന് നല്ല അടിയ. വേറെ എന്താ ചെയ്യാൻ പറ്റും? മടി മാറ്റാൻ എനിക്കറിയില്ല വേറെ എന്താ ചെയ്യാൻ പറ്റാന്ന്. മൂന്നാമത്തെ പ്രശ്നം ഞാൻ എന്ന ഭാവം. ഞാൻ ആരോ ആണ്. ഇവിടെ ഞാൻ പോസ്റ്റ് കണ്ടു. 500 കോടി ആസ്തിയുള്ള ഒരു ഗോയങ്ക എന്ന് പറയുന്ന ഒരു സാറ് RCMൽ ഐഡിയ എടുത്തേക്കുന്നു. RCM ബിസിനസ് ചെയ്യുന്നു. എത്ര കോടിയുള്ളത്? 500 കോടി ആസ്തിയുള്ള ഒരു ഗോയങ്ക സാർ RCMൽ ഐഡിയ എടുത്തേക്കുന്നു. നമുക്ക് എന്താ ഉള്ളത്? ഹലോ, ഞാൻ എന്ന ഭാവം. ഞാൻ ആരോ ആണ്. എനിക്ക് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ഇത്ര കടമുണ്ട്, എനിക്ക് ഇത്ര അസുഖങ്ങളുണ്ട്, ഞാൻ സമൂഹത്തിലെ ഇന്നയാളാണ്, എന്റെ ബന്ധുക്കൾ കാണും, എന്റെ പരിചയക്കാർ കാണും, എന്റെ സുഹൃത്തുക്കൾ കാണും. കണ്ടാൽ എന്താ കുഴപ്പം? കണ്ടാൽ എന്താ കുഴപ്പം? ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും സെയിൽസിലൂടെ മാത്രം വന്നു നിൽക്കുന്നവർ. നിങ്ങൾ ഏത് കോടീശ്വരനെ എടുത്തു, ടാറ്റ എടുത്തു, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയാറ് സെയിൽ ചെയ്തിട്ടാണ്. റിലയൻസിനെ എടുത്തു, അദാനി എടുത്തു, ഓരോ യൂസഫ് അലി സാറിനെ എടുത്തു. സെയിൽ ചെയ്തിട്ട് കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള അവസരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എത്ര പൊട്ടൻഷ്യലാണ് നമ്മുടെ സിസ്റ്റം, അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മുടെ സിസ്റ്റം. ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലേ, നമ്മളൊന്ന് ഇറങ്ങേണ്ടത് മാത്രമല്ലേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോ വേണോ വേണ്ടയോന്ന് ആരാ തീരുമാനിക്കണ്ടേ? ഓരോരുത്തരും. 436 ആൾക്കാര് ഇപ്പൊ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ച് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും. ഒന്നാമതേ കേരള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCMല് ചരിത്രം സൃഷ്ടിക്കുന്ന ടീമാണ്. മൂർത്തി സാറിന്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം സൃഷ്ടിച്ചു വരുന്ന ടീമാണ്. എന്നും എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ടീമാണ്. ഒന്നൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നിൽക്കുള്ളൂ. ഞാൻ എന്ന ഭാവം മാറ്റി, ഞാൻ ആരോ ആണെന്നുള്ള ചിന്ത മാറ്റി, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ഈ എലൈറ്റ് ടീം, പോപ്പുലർ ടീം പിടിച്ച് സകല ആൾക്കാരെയും നിങ്ങളൊന്ന് നേരിട്ട് കണ്ടു നോക്കൂ. നേരിട്ട് കണ്ടാൽ രണ്ട് കാര്യങ്ങളെ അവിടെ സംഭവിക്കുള്ളൂ. ഒന്നുകിൽ യേസ് അല്ലെങ്കിൽ നോ. യേസ് പറഞ്ഞു കഴിഞ്ഞാൽ 138 രൂപ നമ്മുടെ കയ്യിലിരിക്കും. നോ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. അവൻ ആ സാഹചര്യത്തിലാണ് വേണ്ടാത്തത്. ഒരുപക്ഷെ ആ സമയത്ത് അവന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഒരുപക്ഷെ ആ സമയത്ത് അവന് മൂഡ് ഉണ്ടാവില്ല മേടിക്കാൻ, ഒരുപക്ഷെ ആ സമയത്ത് അവന്റെ വീട്ടിൽ ചായപ്പൊടി ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറഞ്ഞ് നമ്മള് എന്താ പറയണ്ടേ, നിർത്തരുത്. കുറച്ചാളെയൊന്നും വീണ്ടും പോകും. അപ്പോ യെസ് അല്ലെങ്കിൽ നോ മാത്രമേ കിട്ടുള്ളൂ. വേണോ വേണ്ടെന്ന് ചിന്തിക്കുക, ഇറങ്ങിത്തിരിക്കുക. ഈ ഇരിക്കുന്ന 429 ആൾക്കാർക്കും RCM എന്ന സിസ്റ്റത്തിലൂടെ വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.